Good morning, all of you. Good morning. Madam, mic on ആക്കാൻ പറ്റുന്നുണ്ടോ? സുജാത മാഡം കേൾക്കുന്നുണ്ടോ? വീഡിയോ ഓൺ ആക്കാവോ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നതോടൊപ്പം എല്ലാവരെയും ഈ ഹൈ പ്രൈസ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് എന്നും രാവിലെ കിട്ടുന്ന ഈ മോർണിംഗ് സെഷൻ എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് വ്യത്യസ്തമായ അറിവുകളാണ് ഓരോ ലീഡേഴ്സും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കേട്ടാലും മതി വരാത്ത നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ എല്ലാ ലീഡേഴ്സും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും ഒരു ഡയറിയും പേനയും എടുത്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എഴുതി അത് മനസ്സിലാക്കി നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയും. പിന്നെ രാവിലെ എല്ലാവർക്കും ഈ സമയത്ത് കേൾക്കാന്നല്ല, പിന്നെ ഒന്ന് വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിലും നമുക്ക് വീഡിയോ ഓൺ ആക്കാതെ തന്നെ നമുക്കിത് കേൾക്കാൻ സാധിക്കുമല്ലോ. നമ്മുടെ പണി എടുക്കുന്നതോടൊപ്പം നമുക്കത് അവിടെ വെച്ചിട്ട് ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ മീറ്റിംഗ് കേൾക്കാൻ പറ്റും. പിന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ എൻ്റെ മെന്ററും കൂടിയായിട്ടുള്ള ലത്തി ഉസ്താദാണ്. ലത്തി ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മേഖലയിൽ നിന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മഹത്തായ അവസരം അദ്ദേഹത്തിന് കിട്ടുന്നത്. ഉസ്താദ് പല മേഖലകളിൽ എന്ന് പറഞ്ഞാല് ഒരു മദ്രസ അധ്യാപകനായിരുന്നു, അതുപോലെ കരാട്ടെ അധ്യാപകനായിരുന്നു, പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്, തെങ്ങ് കയറ്റം, എന്താ വേണ്ട നിരവധി മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് അത്രയും നല്ലൊരു മഹത്തായ അവസരമാണെന്ന് മനസ്സിലാക്കി വളരെ ശക്തിയോടെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫും കുടുംബമായിട്ടാണ് ഇത് വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഉസ്താദിനെ ഈ ഹൈപ്ലേസ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ലത്തി ഉസ്താദ്. ഓക്കെ, താങ്ക് യു സുജാത മാഡം. നമ്മുടെ ടീമിൽ വളരെ ശക്തമായി ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് എല്ലാവർക്കും റോൾ മോഡലായി ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. അതായത് ഗ്രോത്ത് ചെയ്തുകൊണ്ട് ഇപ്പോൾ ATC എന്ന റാങ്കിലാണെങ്കിലും അടുത്ത ആഴ്ച തന്നെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആകാൻ പോകുന്ന ഗ്രേറ്റ് ലീഡറാണ് നമ്മുടെ സുജാത മാഡം. ഒരു ആശാ വർക്കറാണ്. ഇപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നു. അടുത്ത റാങ്ക് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഹൈഫ്ലേസ് മീറ്റിംഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കാരണം ഹൈഫ്ലേസ് മീറ്റിംഗ് ആണ് നമ്മുടെ ബിസിനസ്സിൽ വലിയ രീതിയിൽ വളർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഹൈഫ്ലേസ് മീറ്റിംഗിന്റെ ഹാജർ കൂട്ടണം. അതാണ് ഈ ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത്. എന്നും ഒരേ രീതിയിലാണ് നമ്മുടെ ഹാജർ എങ്കിൽ നമ്മുടെ ഈ ബിസിനസിന്റെ വളർച്ചയെ അത് തകർച്ചയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് എല്ലാ ലീഡേഴ്സും, നമ്മളെല്ലാവരും ലീഡർമാരാണ്, നമ്മുടെ ടീമിലുള്ള മുഴുവൻ ആളുകളെയും ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുക. അത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം വലിയ മുതൽ മുടക്കില്ലാതെ, ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമ്മളെല്ലാവരും ഫോൺ റീചാർജ് ചെയ്യുന്നവരാണ്. അതിൽ കുറച്ച് MB ഇതിലേക്ക് മാറ്റി വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് ഇതിൽ വളരാൻ സാധിക്കും. അതുകൊണ്ട് ഹൈഫ്ലേസ് മീറ്റിംഗിന്റെ ഹാജർ എല്ലാവരും രേഖപ്പെടുത്തണം. അതായത് നമ്മൾ ചെയ്യുന്നത് നെറ്റ്വർക്ക് ആണല്ലോ. നമ്മളെല്ലാവരും നമ്മളെ താഴെയുള്ള ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട്, ഒരു STC ഒക്കെ ആണെങ്കിൽ താഴെയുള്ള TCABO ലീഡേഴ്സിനെ വിളിച്ചാൽ മതി. ആ TCABO ലീഡേഴ്സ് അതിന്റെ താഴെയുള്ള ഫാസ്റ്റ് ട്രാക്കേഴ്സിനെയും അതുപോലെ ബെറി സ്റ്റാറിനെയും ബെറി ഡബിൾ സ്റ്റാറിനെയും വിളിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും ഇതിന്റെ ഹാജർ. ഒരു ബെറി സ്റ്റാറിന് ചുരുങ്ങിയത് ഒരു ഓർഗ് 1-ലും ഓർഗ് 2-ലും ഒരു 10 ആളെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവരെ വിളിച്ച് ഇതിൽ പങ്കെടുപ്പിച്ചാൽ മതി. അപ്പൊ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതോടുകൂടി തന്നെ നമ്മുടെ ടീമിനെ ചാർജ് ആകാനും, എന്റെ ലീഡർ എന്നെ നോക്കുന്നുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു കാര്യം അവിടെ പോസിറ്റീവായിട്ട് വരാനും ഈ ഹാജർ കൊണ്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ടീമിലേക്ക് വിളിച്ചിട്ട് കുറെ ദിവസമായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ടീമിന്റെ ചാർജ് ഒക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ദിവസവും ഒരു ഹാജർ പട്ടിക തന്നെ, നിഷാന്ത് സാറൊക്കെ പറഞ്ഞ രൂപത്തില് ഹാജർ പട്ടിക നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഡയറിയിൽ കുറച്ച് കള്ളി വരച്ചുകൊണ്ട്
ഹാജരിടണം നമ്മളെല്ലാവരും. എന്നിട്ട് ആ ഹാജർ നമ്മളെ വർക്ക് മീറ്റിങ്ങിലൊക്കെ നമ്മൾ അത് ഹാജർ വായിക്കണം. ഇത്ര ദിവസം നമ്മളെ സൂം മീറ്റിംഗ് നടന്നിട്ട് നമ്മളെ ടീമിൽ നിന്ന് ഇന്ന ആള് ഇത്ര ദിവസമാണ് പങ്കെടുത്തത് എന്ന് റിപ്പോർട്ട് വായിക്കണം. അപ്പോഴാണ് അവർ ഇതിൽ ശ്രദ്ധിക്കുള്ളൂ. നമ്മളെ സൂം മീറ്റിംഗിന്റെ ഹാജർ, ഹൈഫ്ലേസ് മീറ്റിംഗിന്റെ ഹാജർ എല്ലാവരും രേഖപ്പെടുത്തണം. ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സില് ദിവസവും ആദ്യം ചെയ്യണം എന്താ വെച്ചാല് ഹാജരിടലാണ് അല്ലെ. പട്ടികയായിട്ട് വന്ന് ടീച്ചറുടെ ഹാജരിടും. ഹാജരിടാത്തൊരു ക്ലാസ് ആണെങ്കിലോ ആ ക്ലാസ്സിൽ വേണ്ടത്ര വിജയം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഈ മീറ്റിങ്ങിലും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലും അതുപോലെ നമ്മൾ ഈ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിന് നിർബന്ധമായിട്ടും നമ്മളെല്ലാവരും ഹാജരിടണം. ഹാജരിട്ടാലാണ് നമ്മുടെ ഹാജർ നില കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹൈഫ്ലേസ് മീറ്റിംഗ് ആരാണ് ക്ലാസ് എടുക്കുന്നതൊന്നും നോക്കണ്ട, അതൊരു ശീലമാക്കി മാറ്റണം. ഒരു 40 ദിവസം ഒരു കാര്യം നിരന്തരമായിട്ട് നമ്മൾ നിർബന്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ പണക്കാരനും പാവപ്പെട്ടവനുമാക്കുന്നത്. നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ ആരോഗ്യമുള്ളവനും രോഗിയുമാക്കുന്നത്. ശീലങ്ങളാണ് നല്ലവനും ചീത്തയും ഒക്കെ ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് ശീലങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോ ചില ആളുകളൊക്കെ ഈ സമയത്ത് നമ്മുടെ ടീമിൽപ്പെട്ട ആളുകളൊക്കെ കിടന്നുറങ്ങുന്നുണ്ടാവും. അതൊരു ചീത്ത ശീലമാണ്. രാവിലെ എണീറ്റവർ മാത്രമാണ് ഈ ബിസിനസ്സിൽ എന്നല്ല ഏതൊരു ബിസിനസ്സിലും വിജയിച്ചിട്ടുള്ളൂ. കോടീശ്വരന്മാരെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ആ കോടീശ്വരന്മാരൊക്കെ കുറച്ച് സമയത്താണ് ഉറങ്ങുന്നത്. കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വിജയം നമ്മൾ കോപ്പി അടിക്കണമെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അത് കോപ്പി അടിക്കണം, അപ്പോഴാണ് നമ്മൾ വിജയിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നേരത്തെ ഉണരുക എന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഫ്ലേസ് മീറ്റിംഗ് രാവിലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ഇട്ടുതരുന്നത്. അതിന്റെ ഹാജർ നില നമ്മുടെ ടീമിന്റെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും പങ്കുവെക്കണം. പേര് എഴുതി തന്നെ ഫാസ്റ്ററാക്കാവുന്ന ലീഡേഴ്സ് ഒക്കെ അവരുടെ ടീമിൽ ഹാജർ നില ഇടണം. അപ്പോഴാണ് നമ്മുടെ ടീം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ITC ലീഡേഴ്സ്, ഗോയിൻ ITC ലീഡേഴ്സ്, ഡബിൾ ID NTC ലീഡർ അൽതാഫ് സാറിനും നിഷാന്ത് സാറിനൊക്കെ നമ്മുടെ ടീമിൽ എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് കറക്റ്റ് ആയിട്ട് ഓരോ ലീഡേഴ്സും ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എണ്ണം നമുക്ക് കിട്ടും. ആ എണ്ണം നമുക്ക് വെച്ചുകൊണ്ട് കൂട്ടി കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുക്കുക. എഴുതിയെടുക്കുന്ന ശീലം അത് നമ്മൾ ഈ ബിസിനസ്സിൽ എന്നല്ല നമ്മുടെ വിജയത്തിന്റെ ഒരു ഭാഗമാണ് എഴുതിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും എഴുതിയെടുക്കാൻ പറ്റുന്ന പോയിന്റുകളൊക്കെ അത് എഴുതിയെടുക്കുക. അത് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മളെല്ലാവരും ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നാളെ 100 കണക്കിന് ആളുകളെ നയിക്കേണ്ട ഒരു ലീഡറാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ഓരോരോ കാര്യങ്ങളും പഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മളെ ലീഡർഷിപ്പ് വളരുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബിസിനസ് ലേൺ ഡു ടീച്ച്, ആദ്യം പഠിക്കുക, ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നാളെ 100 കണക്കിന് ആളുകളെ, 1000കണക്കിന് ആളുകളെ മുന്നിൽ എനിക്ക് പഠിപ്പിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ ഒരു ഡയറിയും പേനയും എല്ലാ ക്ലാസ്സിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഹൈഫ്ലേസ് മീറ്റിംഗിലേക്ക് ഒന്നുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് അബ്ദുൽ ലത്തീഫ്, സ്ഥലം അരീക്കോട് പൂവത്തിക്കലാണ്. ബേസിക്കലി മദ്രസ അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഒരു STC എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ RTC എന്ന റാങ്കിലേക്കാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളെ മെഗാ പ്രോഗ്രാമിൽ RTC ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശക്തമായിട്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ടീമിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാ ലീഡേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷന് വേണ്ടി, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഇതിന്റെ മെന്റർ, അതുപോലെ തന്നെ നമ്മുടെ ഈ സക്സസ് ബ്രേക്ക് ഗ്ലോബലിന്റെ ഫൗണ്ടറും കൂടിയായ മനോജ് സാറിനും ലതാ മാഡത്തിനും വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ എത്തിച്ചു തന്നതിനും നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ഇതുപോലുള്ള സൂം മീറ്റിംഗ് ഒക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മനോജ് സാറാണ്. മനോജ് സാറിനെ നന്ദിയോട് സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ SPGയിലെ എല്ലാ ലീഡേഴ്സിനും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു തരുന്ന എല്ലാ ലീഡേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ചും എന്റെ മെന്റർ കൂടിയായ, എനിക്ക് വേണ്ട എല്ലാ മോട്ടിവേഷൻ
സമയാസമയം ഓരോന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യിപ്പിക്കാനും പറയേണ്ട സമയത്ത് പറഞ്ഞു തരാനും എന്റെ മെന്റർ കൂടിയായ നിശാന്ത് സാറിനെയും ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബിസിനസിന് വേണ്ടി കൈപിടിച്ച് ഉയർത്തിയ ആയിഷ മാഡം തുടങ്ങിയ എല്ലാ ലീഡേഴ്സിനെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എന്റെ ടീം അംഗങ്ങളെയൊക്കെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രോഗ്രാമുകളാണ് നമ്മുടെ ഈ ബിസിനസ്സിന് വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി. നമ്മുടെ ടീമിൽ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ബേസ് ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാമിൽ ഇന്ന റാങ്ക് അടിക്കണം, ആ പ്രോഗ്രാമിൽ ഇന്നത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ വിജയം ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രോഗ്രാം ഇല്ലാതെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾ പോസ്റ്റ് ഇല്ലാത്ത ഗ്രൗണ്ടിൽ കളിക്കുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ കളി. ഒരു ഇന്ന സമയം കൊണ്ട് ഇന്നത് അടിക്കണം. ഇപ്പൊ ഒരു ടീം കളിക്കുകയാണെങ്കിൽ ഗോൾ പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇത്ര മണിക്കൂറാണ് നമ്മളെ കളി എന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അതിന്റെ ഉള്ളിൽ നമ്മൾ ഗോൾ അടിക്കുമ്പോഴാണ് അതിൽ വിജയിക്കുക. കളി കഴിഞ്ഞിട്ട് ഗോൾ അടിച്ചാലേ നമുക്ക് വിജയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അംഗീകാരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗോൾ പോസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ടീമും വ്യത്യസ്തമായ നമ്മളെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ, വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ പ്രത്യേകം ഈ വലിയ പ്രോഗ്രാമുകൾ മുബീൻ സാറൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് എന്നാണെങ്കിലും അത് നമ്മുടെ ഗോൾ പോസ്റ്റ് ആണ്. അത് തീരുന്നതിന് മുമ്പ് എല്ലാവരും ഇതിൽ വലിയ രീതിയിൽ വിജയിക്കണം, റാങ്കുകൾ മാറണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് ജോയിൻ ചെയ്ത ആള് വരെ അന്നൊരു ATCയോ DTCയോ ആയിട്ട് കയറാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റുകൾ വളർത്താൻ വിജയിക്കാനും ഈ പ്രോഗ്രാമുകൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിനെ നമ്മൾ നല്ലവണ്ണം എഡിഫൈ ചെയ്തുകൊണ്ട് പ്രോഗ്രാമിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മന്ത്ലി പ്രോഗ്രാം, ഓരോരോ ടീമും നടത്തുന്ന മാസത്തിൽ അച്ചീവേഴ്സിനെ ആദരിക്കുന്ന പ്രോഗ്രാം, അതും നമ്മളൊരു ഗോൾ പോസ്റ്റ് ആണ്. ആ മാസം തീരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മളെ ഇന്ന റാങ്ക്, ഒരു പുതിയ ആൾക്ക് ഒരു ബെറി സ്റ്റാറും ബെറി ഡബിൾ സ്റ്റാറും ഫാസ്റ്റ് ട്രാക്കറും ഒക്കെ ആക്കി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ വിജയം ഉണ്ടാകുള്ളൂ. പ്ലാനിങ് വേണം. അതുകൊണ്ട് ഐപ്ലേസ് മീറ്റിംഗിലും അതുപോലെ തന്നെ GTSലും എന്റെ ടീം എത്ര ആളുകൾ ഓർഗ് 1 നിന്നും എത്ര ആളുകൾ ഓർഗ് 2 നിന്നും പങ്കെടുപ്പിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, അവര് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ സാധിക്കും. അല്ലാതെ പ്രൊഡക്റ്റ് വിറ്റ് മാത്രം നടക്കുകയാണെങ്കിൽ നമുക്ക് ലീഡർഷിപ്പിലേക്ക് ഉയരാൻ സാധിക്കൂല. പ്രൊഡക്റ്റ് വിൽക്കണ്ട എന്നല്ല പറയുന്നത്, എല്ലാവരും പ്രൊഡക്റ്റ് വിൽക്കണം. ഇതിൽ 2 തരം ബിസിനസ് ഉണ്ട്. ഒന്ന്, പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് വോളിയം ക്രിയേറ്റ് ചെയ്യുക, ഈ DPക്ക് എടുത്തുകൊണ്ട് MRPക്ക് വെക്കുമ്പോഴുള്ള ലാഭം അത് നമ്മൾ ഒരു വരുമാനമാക്കി കാണുക. ഇങ്ങനെ കാണുന്നവരെ പ്രോഗ്രാമുകളെ വേണ്ട വിധം പ്രൊമോട്ട് ചെയ്യൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളെ ലീഡർമാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വിജയിക്കുന്നതും നല്ല രീതിയിൽ വരുമാനം വാങ്ങുന്നതും. മുബീൻ സാറ് ഒക്കെ 2 കോടിയൊക്കെ വാങ്ങിയത് പ്രൊഡക്റ്റ് വിറ്റിട്ടല്ല, ലീഡർഷിപ്പ് കൂട്ടിയിട്ടാണ്. അതായത് റോയൽ ഡയമണ്ടും അതുപോലെ തന്നെ ഡയമണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വരുമാനം വാങ്ങുന്നത്. ആ പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ പ്രോഗ്രാമുകളുടെ ടിക്കറ്റ് സെല്ലർ ആകണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുള്ളൂ. നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു ടിക്കറ്റ് നാളെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. ആ ഡിസ്ട്രിബ്യൂട്ടർ ഒരുപാട് ടീമിനെ നയിക്കുന്ന വലിയ എഞ്ചിനായിട്ട്, വലിയ ലീഡറായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരോ ടീം അംഗങ്ങളും ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരോ റാങ്കുകൾ പ്ലാൻ ചെയ്തുകൊണ്ട് അവരെ താഴെ ടീം സെറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോരോ വ്യക്തികളെയും ടീമാക്കി മാറ്റാൻ പറ്റുന്നവരാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷം വേണം നമ്മൾ ടീമാക്കി മാറ്റാൻ. അതിനു വേണ്ടി ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ എന്റെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മളെ എല്ലാവരും വ്യത്യസ്തമായ മതത്തിലും വ്യത്യസ്തമായ ജാതിയിലും വ്യത്യസ്തമായ ഉമ്മയും ഉപ്പയും ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമില് പല തരത്തിലുള്ള ആളുകളാണ് വരിക. അന്നാസു അജിനാസ്, അതായത് ജനങ്ങൾ പല തരത്തിലുള്ള ആളുകളാണ്. വ്യത്യസ്തമായ സ്വഭാവക്കാരും അതുപോലെ തന്നെ പെരുമാറ്റവും നടത്തവും ഇരുത്തവും എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മളെല്ലാവരും ബിസിനസ് മൈൻഡിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരൊക്കെ 2 തരം ആളുകളാണ്. ഒന്ന് ഫിക്സഡ് മൈൻഡിലുള്ള ആളുകളും മറ്റൊന്ന് ഗ്രോത്ത് മൈൻഡിലുള്ള ആളുകളും. ഇത് നമ്മൾ മനസ്സിലാക്കണം.
ഫിക്സഡ് ഉള്ള മൈൻഡുള്ള ആളുകൾ പ്രൊഡക്റ്റ് വിറ്റ് അങ്ങനെ പോയിക്കോട്ടെ. ഗ്രോത്ത് മൈൻഡുള്ള ആളുകൾ നമ്മുടെ ടീമിൽ വരുമ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ മൈൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വിജയിപ്പിച്ച് സാധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഫിക്സഡ് മൈൻഡും ഗ്രോത്ത് മൈൻഡും നമ്മൾ അളക്കുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു വരുന്നത്. അത് വളരെ എഴുതിയെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എഴുതിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടീമില് ഈ ഫിക്സഡ് മൈൻഡ് ആണ് ഗ്രോത്ത് മൈൻഡ് ആണ് എന്ന് നമ്മൾ വേർതിരിച്ച് കാണാൻ പാടില്ല. എല്ലാവരെയും നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അത് സപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മുടെ ഈ ബിസിനസ്സിൽ ഫോക്കസിംഗ് ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ തീരുമാനമെടുത്ത ആളുകളെ കത്തിക്കണം. അതായത് നമ്മൾ ഫോക്കസ് ചെയ്ത് സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ലെൻസ് വെച്ചുകൊണ്ട് കടലാസ് കത്തിച്ചവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ കത്തിക്കണം. അതെങ്ങനെ വെച്ചാൽ അവരുടെ എനർജി കൂട്ടണം, മൈൻഡ് സെറ്റിനെ വളർത്തിയെടുക്കണം. ഏതൊരാളെയും നമുക്ക് മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റും. അതിനുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് നമ്മുടെ ലീഡർഷിപ്പുള്ള ആളുകൾ നമുക്ക് ഇട്ടുതരുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രോഗ്രാമുകൾ അവിടെ കൊണ്ടുപോയി ഇരുത്തിക്കഴിഞ്ഞാൽ ഫിക്സഡ് മൈൻഡുള്ള മൈൻഡിനെ ഗ്രോത്ത് മൈൻഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഞാനൊക്കെ അതിൽ വന്ന സമയത്ത് എന്നോട് ഇത് ചെയ്യാൻ പറ്റുമോ, ഞാനിതിൽ ബിസിനസ്മാൻ ആകുമോ, ഞാനിതിൽ STC ആകുമോ, ഇനി RTC ആകുമോ എന്നൊക്കെ ചിന്തിച്ച ആളാണ്. പക്ഷേ എന്റെ ലീഡേഴ്സ് എന്നെ ഒരുപാട് പ്രാവശ്യം പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചും നേരിട്ട് ഉപദേശിച്ചും നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഓരോരോ ടീമിനും നമ്മുടെ ടീമിൽ ഫിക്സഡ് മൈൻഡുള്ള ആളുകളെ ഗ്രോത്ത് മൈൻഡിലേക്ക് മാറ്റലാണ് ഈ ബിസിനസ്. അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പ്രോഗ്രാമുകളിൽ കൊണ്ടുപോയി ഇരുത്തുക, ട്രെയിനിങ്ങുകളിൽ ഇരുത്തുക, അതുപോലെ RTP പോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ നമ്മളെ ടീമിനെ പങ്കെടുപ്പിക്കുക. അതിലൂടെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് വളരലും മൈൻഡ് സെറ്റ് മാറ്റാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിവുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയണം എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് കഴിവുകൾ ലിമിറ്റ് ആണെന്ന് കരുതുന്ന ആളുകൾ, വിശ്വസിക്കുന്ന ആളുകൾ ഫിക്സഡ് മൈൻഡാണ്. എനിക്ക് ഇത്രേ കഴിയുള്ളൂ, ഞാൻ ഇത്രേ ചെയ്യുള്ളൂ, എനിക്ക് മാറാൻ സാധിക്കൂല എന്ന് പറയുന്ന ആളുകൾ, എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ നമ്മുടെ ടീമിലുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരെ കഴിവുകൾ അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകമായ കഴിവുകളുണ്ട്. അതായത് ലീഡർഷിപ്പ് ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആളുകളെ നയിക്കാനുള്ള ലീഡർഷിപ്പിലേക്ക് നമ്മൾ അവരെയൊക്കെ വളർത്തിയെടുക്കണം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മതോ ജാതിയോ ഒന്നും നോക്കാതെ, സ്കൂളിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ലേ എന്നൊന്നും നോക്കാതെ തന്നെ അവരെ മൈൻഡ് സെറ്റ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് അവരെ കഴിവുകൾ ലിമിറ്റ് അല്ല, നമ്മുടെ കഴിവുകൾക്കൊക്കെ അൺലിമിറ്റഡ് പവറാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ബോധ്യപ്പെടുന്ന ആളുകളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. കഴിവുകളൊക്കെ ലിമിറ്റഡ് അല്ല, എന്റെ കഴിവുകൾ വലിയ കഴിവുള്ള ആളാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. കഴിവുകൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. അപ്പൊ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ കഴിവുകൾക്ക് ലിമിറ്റ് വെക്കും. എന്നാൽ ഗ്രോത്ത് മൈൻഡുള്ള ആളുകൾക്ക് കഴിവുകൾക്ക് ലിമിറ്റ് ഇല്ല. അതായത് മുബീൻ മുഹമ്മദ് സാറ് 2 കോടി മാസത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സും അതേ ID നമ്പറും അതേ പ്രൊഡക്റ്റുകളും ആണ് എന്റെ കയ്യിലും കിട്ടിയത്. ഒരാൾക്ക് മാത്രം പടച്ച റബ്ബ് ഒരു കഴിവ് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും 2 കണ്ണും കയ്യും കാലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള മൈൻഡ് സെറ്റിനെ വളർത്തിയെടുക്കാൻ ഞാനും റെഡിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഞാനും പങ്കെടുക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് അരയും തലയും മുറുക്കി ഇറങ്ങുന്നവരാണ് ഈ ബിസിനസ്സിലല്ല ഏതൊരു ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡ് സെറ്റുകൾ ലിമിറ്റഡ് കഴിവുള്ള ആളാണ് എന്ന് തോന്നരുത്. നമ്മളെല്ലാവരും കഴിവുകൾക്ക് അപാരമായ കഴിവുള്ള ആളുകളാണ്. നമ്മുടെ കഴിവിന് പരിധിയില്ല. അതായത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ആളുകളും നാളെ 2 കോടി 3 കോടി മുബീൻ സാർ എത്ര കോടിയാണോ വാങ്ങുന്നത്, ഏത് വണ്ടിയാണോ വാങ്ങുന്നത് അത് വാങ്ങാനും അതിലേക്ക് വളരാനുമുള്ള പവറും കഴിവും ഒക്കെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. എന്നാൽ അതിന് ലിമിറ്റ് വെക്കൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിനെ മാറ്റുന്നവരാണ് ഈ ബിസിനസ്സിലല്ല ഏതൊരു ബിസിനസ്സിലും
ജീവിതത്തിൽ വിജയിച്ചവര്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വളർത്തിയെടുക്കണം. അതിന് നമ്മുടെ ടീമിന്റെ വലിപ്പം കൂട്ടണം. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നുണ്ടാകും. അതൊക്കെ നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ചും നമ്മളെ ലീഡർ എങ്ങോട്ടാണോ വിളിക്കുന്നത് അവിടേക്ക് നമ്മൾ പോവുക. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. നമ്മളെ GTS-ലൊക്കെ വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ GTS ഒക്കെ ഇരിക്കുന്ന ആളിനേക്കാളും കൂടുതൽ നിൽക്കുന്ന ആളുകളാണ് ഉണ്ടായത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ബിസിനസിന്റെ ഗ്രോത്ത് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, മൈൻഡ് സെറ്റുകൾ മാറ്റുക. രണ്ടാമതായി ലിമിറ്റഡ് മൈൻഡിലുള്ള ആളുകളെ പ്രത്യേകത, പരാജയങ്ങള് റിസ്ക് ഒഴിവാക്കും. റിസ്ക് എടുക്കാൻ റെഡി ആവില്ല. അതായത് എന്റെ ലീഡർ ചെയ്തോളും, ഞാൻ ചെയ്യൂല, ഞാൻ ലീഡർ ആവൂല. എന്നിട്ട് ഒരു പ്രോഗ്രാമോ മീറ്റിങ്ങോ പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ തന്ന ഒഴിവ് അന്ന് നമുക്ക് അത് ചെയ്യുക എന്ന് വിചാരിക്കും. റിസ്ക് എടുക്കാൻ റെഡി ആവൂല. ഇങ്ങനെയുള്ള ആളുകൾ ഈ ബിസിനസ്സിലല്ല ഏത് ബിസിനസ്സിലും വിജയിക്കൂല, ജീവിതത്തിൽ തന്നെ പരാജയപ്പെടും. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ് ആണെങ്കിലും ഏതൊരു റിസൾട്ട് ഉള്ള കാര്യമാണെങ്കിലും റിസ്ക് എടുക്കാൻ റെഡിയായവരെ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ. അതായത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കണം, അപ്പോഴേ ഇതിൽ വിജയം ഉണ്ടാകുള്ളൂ. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ ഏത് റിസ്ക്കും എടുക്കാൻ റെഡിയാകും. പ്ലാൻ പറയണം എന്ന് ലീഡർ പറഞ്ഞാൽ ഞാൻ റെഡി, MC ആകണം എന്ന് പറഞ്ഞാൽ ഞാൻ റെഡി, ഈ അടുത്ത ആഴ്ച ആയിക്കോളാം, പിന്നത്തെ ആഴ്ച ആയിക്കോളാം എന്ന് പറയുന്നവര് റിസ്ക് എടുക്കാൻ റെഡി ആകാത്തവരാണ്. അവരെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് കാര്യമല്ല. അവരെ നമ്മൾ പറഞ്ഞ് പ്രോഗ്രാമിലൊക്കെ പറഞ്ഞ് റെഡി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് റെഡി ആക്കണം. എന്നിട്ടും റെഡി ആണില്ലെങ്കിൽ അവരെ നമ്മൾ പ്രൊഡക്റ്റ് വെക്കുന്ന ലീഡറാക്കി മാറ്റുക. അതേ ചെയ്യാനുള്ളൂ. വീണ്ടും ഒരുപാട് സമയം മെനക്കെട്ടുകൊണ്ട് നമ്മൾ അവരെ തന്നെ റെഡിയാക്കണമെന്ന് വാശി പിടിച്ച് നമ്മളെ ടൈം പോയാൽ നമ്മുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകളെ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ റിസ്ക് എടുക്കാൻ റെഡി ആവൂല. ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ലീഡർക്ക് അന്ന് വൈവിച്ച് നടക്കും. നമ്മളെല്ലാവരും ഈ ബിസിനസ് പഠിക്കണം, പഠിപ്പിക്കണം, ചെയ്യിപ്പിക്കണം. ഇതിൽ അൽതാഫ് സാറും നിഷാം സാറും നമ്മളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വലിയ ലീഡേഴ്സ് ആണ്. അവരെന്തൊക്കെ റിസ്ക്കാ എടുത്തത് എന്ന് അവരുടെ ഓരോരോ ക്ലാസ്സിലും നമ്മൾ കേൾക്കുന്നതാണ്. അതുപോലുള്ള റിസ്ക് നമ്മളും എടുക്കണം. ഈ സക്സസിന് ഒരു കുറുക്കു വഴിയില്ല, വിജയത്തിന് കുറുക്കു വഴിയില്ല, ഷോർട്ട് കട്ട് ഇല്ല. നമ്മളെല്ലാവരും സിമ്പിൾ ആയിട്ട് വിജയിച്ച ഒരു കോടീശ്വരനും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കോടീശ്വരന്മാര് ആകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ റിസ്കുകളൊക്കെ നമ്മൾ എടുക്കാൻ റെഡി ആവണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുള്ളൂ. ഉറക്കൊഴിച്ചുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു റിസ്ക് ആണ്. പക്ഷെ നമ്മൾ കുറച്ച് ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയം ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഫിക്സഡ് മൈൻഡിൽ നിന്ന് ഗ്രോത്ത് മൈൻഡിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഫിക്സഡ് മൈൻഡിലുള്ള ആളുകൾക്ക് ഫീഡ്ബാക്കിനെ നെഗറ്റീവായിട്ട് കാണും. നമ്മളൊരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ ടീം മീറ്റിങ്ങിലോ ഒരാളെ കുറിച്ച് ഒരു ലീഡർ പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്, ഇതിനില്ല, ഞാനിനി മീറ്റിങ്ങിൽ പങ്കെടുക്കൂല, ഇത് എന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് ഫിക്സഡ് മൈൻഡിലുള്ള ആള് ചിന്തിക്കും. എന്നാൽ ഗ്രോത്ത് മൈൻഡിലുള്ള ആള് എന്താ ചിന്തിക്കുക? പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ ആ ലീഡറോട് നന്ദി പറയും. സാറേ ഇത് എന്നെ കുറിച്ച് തന്നെ പറഞ്ഞത്, താങ്ക് യു സാറേ, എന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ മാറാൻ റെഡിയാണ്, ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലീഡറെ കൈ കൊടുത്തുകൊണ്ട് നന്ദി പറയും. എന്നാൽ ഫിക്സഡ് മൈൻഡുള്ള ആള് പിന്നീട് ആ ലീഡർ ഒതുക്കാനെ നോക്കൂല, അത് എന്നെ കുറിച്ച് തന്നെ പറഞ്ഞത്, ആൾക്കാരെ മുന്നിട്ട് എന്നെ മോശമാക്കി എന്നുള്ള ചിന്തയാണ് ഫിക്സഡ് മൈൻഡുള്ള ആൾക്ക് വരിക. അങ്ങനെയുള്ള ആളുകൾ ഈ ബിസിനസ്സിൽ എന്നല്ല ജീവിതത്തിൽ തന്നെ വിജയിക്കൂല. ഒരു ഉപ്പയും ഉമ്മയും നമ്മുടെ നല്ല വിജയത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അത് എപ്പോഴും ആ ഉപ്പാനോട് നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മുടെ മെന്റർ അല്ലെങ്കിൽ നമ്മുടെ ലീഡർ നമ്മളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, നാളെ എനിക്കും ആ ലീഡറെ പോലെ ലക്ഷങ്ങളും കോടികളും വരുമാനം വാങ്ങാനും എന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഉപദേശം എന്ന ചിന്തയോടുകൂടി ആ ലീഡർക്ക് നന്ദി പറയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഫിക്സഡ് മൈൻഡിൽ നിന്ന് ഗ്രോത്ത് മൈൻഡിലേക്ക് മാറാൻ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വേണം. ഉപദേശം
തേടിയാൽ നന്മ ഉപദേശിക്കുന്ന ആൾക്ക് അത് എപ്പോഴും എന്റെ പോസിറ്റീവനാണ്, എന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ചിന്തിക്കുന്ന ആളുകളാണ് ഇതിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ മൈൻഡ് സെറ്റുകൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറ്റുക. പിന്നെ ഫിക്സഡ് മൈൻഡുള്ള ആളുടെ പ്രത്യേകത എപ്പോഴും ലക്കിൽ വിശ്വസിക്കും. അതായത് ഒരാൾ വിജയിച്ച് കണ്ടാ പറയും ഓന്റെ ഭാഗ്യം കൊണ്ടാണ് വിജയിച്ചത്, എനിക്ക് ഭാഗ്യമല്ല, എനിക്ക് ദൈവം ഭാഗ്യം തന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് ഫിക്സഡ് മൈൻഡുള്ള ആള്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും വിജയിക്കൂല. ലക്ക് എന്ന സംഗതി ഒരു ഭാഗ്യം നമ്മൾ എന്താക്കുക, അത് ഒഴിവാക്കിക്കൊണ്ട് ലക്കിൽ വിശ്വസിക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാ സമയത്തും എന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹാർഡ് വർക്കിൽ വിശ്വസിക്കുക. അതായത് റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ നേടും എന്ന വിശ്വാസം വേണം, അപ്പോഴേ ഇതിൽ വിജയം ഉണ്ടാവുള്ളൂ. ലക്കിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഭാഗ്യം വരും എന്ന് വിചാരിച്ചുകൊണ്ട് ലോട്ടറി എടുത്തുകൊണ്ട് വീട്ടിലിരിക്കുന്ന രൂപത്തില് ഈ ബിസിനസ് കണ്ടുകൊണ്ട് ഇതിൽ ഐഡിയ അടിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ ഒരിക്കലും വിജയിക്കൂല. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ നേടിയിട്ടുള്ള എല്ലാ ലീഡേഴ്സും നേടിയത്. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്കിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റിനെ മാറ്റണം. ലക്കിൽ നിന്ന് ഹാർഡ് വർക്കിലേക്ക് മാറ്റുന്നവരാണ് ഈ ബിസിനസ്സിൽ എന്നല്ല, ഏതൊരു ബിസിനസ്സിൽ വിജയിച്ചവരൊക്കെ നേടിയവരൊക്കെ ഹാർഡ് വർക്കിലാണ് നേടിയത്, ലക്കിലല്ല എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. മറ്റൊന്ന്, നമ്മുടെ ഈ ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിജയം പോസിറ്റീവായി കാണുന്നവരാണ്, മറ്റുള്ളവരുടെ വിജയം പേടിയായിട്ട് കാണുന്നവർ ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെ ആളുകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒരുപാട് ആളുകൾ കാറ് എടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. എന്നാൽ നമ്മളെ ഫിക്സഡ് മൈൻഡിലുള്ള ആളുകൾ പറയും എന്ത് കണ്ടിട്ടാ കാർ എടുക്കുന്നത്, എനിക്ക് എന്ത് വരുമാനം ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറകോട്ട് വലിക്കും. എന്നാൽ ഗ്രോത്ത് മൈൻഡിൽ സെറ്റുള്ള ആളുകൾ എന്താ പറയാ, ഒരാൾ വിജയിക്കുന്നത് കണ്ടാൽ, ഒരാൾ കാർ എടുക്കുന്നത് കണ്ടാൽ അവരെ പ്രോത്സാഹിപ്പിക്കും, നീ വിജയിക്കോ. ഇവിടെ വിജയിച്ച ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് വിജയിച്ചത്. അതായത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ആളുകൾക്ക് ടീമിന് കാണിച്ചു കൊടുക്കണം, അപ്പോഴേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിക്സഡ് മൈൻഡിലുള്ള ആളുകൾ വിജയത്തിൽ പേടിപ്പിക്കും, അല്ലെങ്കിൽ അവർ പേടിക്കും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ വിജയം നമ്മുടെ വിജയമാണെന്ന് മനസ്സിലാക്കും. അത് നമ്മുടെ ടീമിന്റെ വിജയമാണ്, നമ്മുടെ വിജയമാണ്. എനിക്കും അതുപോലെ തന്നെ വിജയിക്കാൻ സാധിക്കും, എനിക്കും നല്ല രീതിയിലുള്ള വാഹനങ്ങളും വീടും സ്വപ്നം കാണാൻ സാധിക്കും എന്നാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ വിചാരിക്കുക. അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് പോവുക. എന്നാൽ ഫിക്സഡ് മൈൻഡുള്ള സെറ്റുള്ള ആളുകൾ ഒരാളുടെ വളർച്ച കണ്ടാൽ, വിജയം കണ്ടാൽ അതിൽ പേടി കണ്ടെത്തും. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിർത്തും, അവസാനിപ്പിക്കും. ഒരു കാര്യം, ഒരു റാങ്ക് ഇന്ന സമയത്ത് അടിക്കണം, അതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നൊക്കെ തീരുമാനമെടുത്ത് ടീം മീറ്റിങ്ങുകളൊക്കെ തീരുമാനിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് അവിടെ വെച്ച് നിർത്തും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ എന്താ ചെയ്യുക, വിജയം കിട്ടുന്നത് വരെ പടവരുതും. ഇവിടെ വിജയിച്ച ആളുകളൊക്കെ അങ്ങനെയാ നേടിയിട്ടുള്ളൂ. ഒരാളും പെട്ടെന്ന് വിജയിച്ചവരല്ല. ഒരുപാട് പ്രാവശ്യം വേദന സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, ഉറക്കമൊഴിച്ച് നേടിയെടുത്തവരാണ് നേടിയവരെല്ലാം. എന്നാൽ ഫിക്സഡ് മൈൻഡുള്ള ആളുകൾ ഒന്ന് ശ്രമിച്ചു നോക്കും, കിട്ടിയിട്ടില്ലെങ്കിൽ നിർത്തിപ്പോകും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ടീമിൽ ഉണ്ടാകും. എന്നാൽ അതൊക്കെ നേരത്തെ കണ്ടെത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഒരുപാട് പ്രവർത്തിച്ച് കുറെ കഴിഞ്ഞിട്ട് നിർത്തിപ്പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം കൊല്ലികളാകും. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ടീമിൽ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, പ്രോഗ്രാമുകളാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാനുള്ള കുറുക്കു വഴികള്. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ ടീം അംഗങ്ങളും എല്ലാ പ്രോഗ്രാമുകളും പങ്കെടുക്കുക. അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങളുടെയും മൈൻഡ് സെറ്റിനെ മാറ്റാൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ പിന്നീട് പറയുന്നുണ്ടാവും. ഏഴാമതായിട്ട് നമ്മുടെ ഇതിൽ പറയാൻ പോകുന്ന കാര്യം, ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകള് എല്ലാം ഞാനാണ്, എനിക്കെല്ലാം അറിയാം, എനിക്കൊരു ഉപദേശവും വേണ്ട, എനിക്കൊരു മെന്ററും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ.
എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലെ ആളുകൾ ഉപദേശം തേടും. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു അപ്ലൈൻ മെന്ററുടെ അടുത്ത് പോയി ഇരുന്നു കൊണ്ട് ഈ എന്റെ ബിസിനസ് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, ഞാൻ ഇന്ന റാങ്കിലാണ്, ഇപ്പൊ എത്ര വോളിയാണ് ഉള്ളത്, എനിക്ക് ഇന്ന സമയമാകുമ്പോഴേക്കും ഇന്ന റാങ്ക് അടിക്കണം, അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ള അഭിപ്രായം ഒരു അപ്ലൈൻ മെന്റർ അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലീഡറുടെ അടുത്ത് പോയി ഉപദേശം തേടും. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആള് പറയും, ഞാൻ ഇതൊക്കെ കുറെ ചെയ്തതാ, ഞാൻ ഇതൊക്കെ ഒരുപാട് പഠിച്ചതാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു ഉപദേശവും വേണ്ട, ഇത് എങ്ങനെ ചെയ്യല് എനിക്കറിയാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഉപദേശം തേടും. എന്നിട്ട് ആ ഉപദേശകൻ പറയുന്ന രൂപത്തിൽ പ്രവർത്തിക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിച്ചത്. ഇന്ന് കാണുന്ന ഓരോരോ ഡയമണ്ടുകളും അതുപോലെ ഓരോരോ വലിയ വലിയ റാങ്ക് ഹോൾഡേഴ്സും ഗ്രേറ്റ് ലീഡർ 2 കോടി മാസത്തിൽ വാങ്ങുന്ന നമുക്ക് ട്രെയിനിങ് തരുന്ന മുബീൻ സാർ വരെ ഒരു മെന്ററുടെ പ്രവർത്തനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡ് സെറ്റുകൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ എല്ലാവരും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ലീഡേഴ്സ് ഓരോരോ പ്രോഗ്രാമുകൾ നമുക്ക് ഇട്ടു തരുന്നത്. വ്യത്യസ്തമായ പ്രോഗ്രാമുകൾക്കും വ്യത്യസ്തമായ പർപ്പസാണ്. എല്ലാം ഒന്നല്ല. ഇപ്പൊ ആഴ്ചയിൽ നടക്കുന്ന നമ്മുടെ ടീമിൽ നടക്കുന്ന ടീം മീറ്റിംഗിൽ നടക്കുന്ന കാര്യമല്ല ഹോം മീറ്റിംഗിൽ പറയാം. ഹോം മീറ്റിംഗ് അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ ടീം മീറ്റിങ്ങിനും അതുപോലെ നമ്മുടെ ആഴ്ചയിൽ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ DOPയും അതുപോലെ തന്നെ മാസത്തിൽ നടക്കുന്ന നമ്മുടെ മന്ത്ലി പ്രോഗ്രാമും ആഴ്ചയിൽ നടക്കുന്ന കമ്പനി നടത്തുന്ന ഓരോരോ GTSകളും വ്യത്യസ്തമായ റിസൾട്ടുകളാണ് നമുക്ക് തരുന്നത്. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ഇവിടെ തീരുമാനിച്ച ഇവിടെ ഗ്രേറ്റ് ലീഡർ അതുപോലെ തന്നെ എല്ലാ ഡയറക്ട് സെല്ലിങ്ങിന്റെ ആളുകളും കാണിച്ചു കൊടുക്കുന്ന ഒരു ലീഡർ നമ്മുടെ കമ്പനിയിലുണ്ട്. അതാണ് മുബീൻ സാർ. ആ മുബീൻ സാറെ കാണിച്ചുകൊണ്ടാണ് മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് ആളുകൾ വരെ ബിസിനസ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഭാഗ്യമാണ് ഈ കമ്പനിയിലും അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ മുബീൻ സാറിന്റെ കൈയാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുക. ഇനി ആരും ഉറങ്ങരുത്. നമ്മുടെ പ്രോഗ്രാം കഴിയുന്നത് വരെ മറ്റുള്ള എല്ലാ മേഖലയിൽ നിന്നും ലീവ് എടുത്തുകൊണ്ട് ഒരു 2-3 മാസം അരയും തലയും മുറുക്കി ഇറങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് പറയാണ്, ഇവിടെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വലിയ രീതിയിൽ നല്ല റാങ്കോട് കൂടി നല്ല വരുമാനം വാങ്ങിയിട്ട് ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുബീൻ സാറെ കയ്യിൽ നിന്ന് ആ മുബീൻ സാറൊക്കെ പങ്കെടുക്കുന്ന സ്റ്റേജിൽ വെച്ചുകൊണ്ട് നമുക്ക് അംഗീകാരം വാങ്ങാനും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. എന്റെ ടീമിൽ തന്നെ ഒരു വ്യക്തി മറ്റുള്ള ഒരു ബിസിനസ്സിലേക്ക് മുബീൻ സാറെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ മുബീൻ സാർ അടുത്ത് നിന്നുകൊണ്ട് സെൽഫി എടുത്ത ഫോട്ടോ അയാൾക്ക് നമ്മളെ ടീമത്തെ ആള് കാണിച്ചു കൊടുത്തപ്പോ അയാൾ എന്ത് ചെയ്തു, ഇത് നിങ്ങളെ ടീമത്തെ ലീഡറാ, ഞാനോ ഇതിലാണെന്ന് പറഞ്ഞ് നമ്മളെ ടീമിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം ഫോട്ടോ എടുക്കാനാണെങ്കിലും മറ്റുള്ളതിനൊക്കെ കിട്ടുന്ന അവസരം അതൊക്കെ സിമ്പിൾ ആണ്. എന്തിനപ്പാ ആ മുബീൻ സാറെ വണ്ടിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണേ, അല്ലെങ്കിൽ മുബീൻ സാറെ തന്നെ എന്തിനാ ഫോട്ടോ എടുക്കണത്, നമുക്ക് എന്ത് ഗുണമുള്ളത് ചിന്തിക്കരുത്. നമ്മളൊരു ഫോട്ടോ നമുക്ക് നാളെ ടൂളായിട്ട് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് വരുന്ന പ്രോഗ്രാമുകളൊക്കെ മുബീൻ സാറൊക്കെ പങ്കെടുക്കുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഒരുപാട് മേഖല ചെയ്ത ആളാണ്. മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്, കരാട്ട പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തെങ്ങുമ്മ കയറിയിട്ടുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് കൊണ്ട് നടന്നിട്ടുണ്ട്, അതുപോലെ പിന്നെ വയറിങ്, പ്ലംബിങ്, ഇലക്ട്രോണിക്സ് വർക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ആ വർക്കിൽ എത്രത്തോളം വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ഉസ്താദിന്റെ ട്രെയിനിങ് ഒരു ഉസ്താദാക്കാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് മാക്സിമം ഒരു മാസത്തിൽ 10,000 രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാണെങ്കിൽ ഹാർഡ് വർക്കാണ്, അത് ചെയ്യാൻ എല്ലാവരും റെഡി ആവില്ല. മാക്സിമം ഒരു തെങ്ങുമ്മ കറി എത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വയറിങ്ങും പ്ലംബിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം വരുമാനത്തിനെ വാങ്ങാൻ പറ്റുള്ളൂ.
പറ്റുള്ളൂ, അതേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ ഭാഗ്യമാണ് നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത്. കോടികൾ വരുമാനം വാങ്ങുന്നത് നമ്മളെല്ലാവരും സ്ക്രീനിൽ കണ്ടതാണ് മുബീൻ സാറ്. അതിന്റെ ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് കിട്ടിയ തുകയും നമ്മൾ കണ്ടതാണ്. മുബീൻ സാറ് ബുക്ക് ചെയ്ത വാഹനം നമ്മൾ കണ്ടവരാണ്. ഇനി വാങ്ങാൻ പോകുന്ന പ്ലെയിന്, അതൊക്കെയാണ് മുബീൻ സാറ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. മുബീൻ സാർക്ക് കിട്ടിയ അതേ വരുമാനത്തിലേക്കും അതേ ഡ്രീമിലേക്കും അതേ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ബിസിനസ്സും പ്രൊഡക്റ്റും കമ്പനിയും നമ്മളെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആർക്കൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഫിക്സഡ് മൈൻഡിൽ നിന്ന് ഗ്രോത്ത് മൈൻഡിലേക്ക് ആർക്കൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ സാധിക്കും, അതിന് ഡയമണ്ട് ഷിപ്പിലേക്ക് നമ്മൾ വളരുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം. അതിനു വേണ്ടി റെഡി ആകണം. മുബീൻ സാറ് ഡയമണ്ടും റോയൽ ഡയമണ്ടും ഒക്കെ ആണെങ്കിൽ അതേ ബിസിനസ്സും അതേ കയ്യും കാലും കണ്ണൊക്കെയാണ് ഞമ്മക്കും കിട്ടിയത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുബീൻ സാറ് ട്രെയിനിങ് കൊടുക്കുന്ന, മുബീൻ സാറ് ദിവസവും വിളിക്കുന്ന ലീഡേഴ്സ് ആണ് നമ്മുടെ അൽതാഫ് സാറും നിഷാൻ സാറൊക്കെ. അവരെ മോട്ടിവേഷനും അവരെ മെന്റർഷിപ്പിലായിട്ട് വളരുന്ന, അതുപോലെ മനോജ് സാറ് തുടങ്ങിയ ഒരുപാട് ലീഡേഴ്സ്, അവരൊക്കെ മെന്റർഷിപ്പിൽ വളരുന്ന നമ്മുടെ ലീഡേഴ്സ് ഒക്കെ വലിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അതേ പ്രവർത്തനം നമുക്കും അത് കോപ്പി അടിച്ചാൽ മതി, നമുക്കും നേടിയെടുക്കാൻ പറ്റും. അതേ ട്രെയിനിങ് തന്നെയാണ്. എന്റെ ടീം ഒരിക്കലും പരാജയപ്പെടുത്തുന്ന ട്രെയിനിങ് നമ്മൾ ലീഡേഴ്സ് നമുക്ക് തരൂല. കാരണം നമ്മൾ വിജയിച്ചാൽ മാത്രമേ ലീഡേഴ്സ് വിജയിക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് എത്ര കാശാണെങ്കിലും നാളെ കോടികൾ വാങ്ങാനുള്ള വിളിയാണ് ഈ വന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടിക്കറ്റിന്റെ വിലയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ നമ്മുടെ പ്രവർത്തനത്തിന്റെ ലീവോ ഒന്നും നോക്കാതെ, അന്ന് ചിലപ്പോ നമുക്ക് കല്യാണോ കുടിക്കലോ മറ്റുള്ളതൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആരൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഈ ഫിക്സഡ് മൈൻഡിൽ നിന്നും ഗ്രോത്ത് മൈൻഡിലേക്ക് മാറ്റുന്നുണ്ടോ അവർക്കൊക്കെ വിജയിക്കാൻ സാധിക്കും. അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മുടെ ഓരോരോ ലീഡേഴ്സും സമയാസമയമായിട്ട് നമുക്ക് ഇട്ടുതരുന്നത്. ഒരു വ്യക്തിക്ക് എന്തൊക്കെ കൊടുക്കണം എന്ന് ലീഡർക്ക് അറിയാം. അങ്ങനെ നമുക്ക് 1ാം ക്ലാസ്സുകാരന് 10ാം ക്ലാസ്സിന്റെ ക്ലാസ് കിട്ടൂലല്ലോ, കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും തരേണ്ടതാണ് നമ്മുടെ ലീഡേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഡയമണ്ട് ആകാൻ വേണ്ടിയിട്ട് തല പൊനിച്ച് നിന്ന് കൊടുക്കുക. ഒരു ശില്പി അല്ലെങ്കിൽ ഒരു കല്ല്, യാക്കൂത്ത് ഹജറും ലാക്കൽ ഹജറി എന്ന് പറഞ്ഞ മാതിരി, നമ്മളെ കല്ല് സാധാരണ കല്ലല്ല ഡയമണ്ട് എന്ന് പറഞ്ഞാൽ. ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ പാറക്കല്ലിന്റെ ഇടയിൽ ചെറിയൊരു കല്ലായിരിക്കും, പക്ഷേ അതിന് ഒരുപാട് മിനുക്ക് പണികൾ ചെയ്ത് പ്രോസസ്സിങ്ങിന് റെഡി ആയിട്ട് ഒരുപാട് തട്ടലും മുട്ടലും ഉരസലും തീയിലിടലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്രോസസ്സിങ് കഴിയുമ്പോഴാണ് അതിന് തിളക്കം കൂടുന്നത്. അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു വ്യക്തിയെ ഒരു അസാധാരണമായ വ്യക്തിയാക്കി ഒരു കോടീശ്വരനാക്കി മാറ്റുകയാണ് നമ്മുടെ ലീഡേഴ്സ്. അതിനുള്ള ട്രെയിനിങ് ആണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന മുബീൻ സാറെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തരുന്നത്. അത് നമ്മളെല്ലാവരും പോസിറ്റീവ് എനർജിയോടുകൂടി നല്ല മൈൻഡ് സെറ്റോട് കൂടി ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇതിൽ മുബീൻ സാറ് 2 കോടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതൊരു വ്യക്തിക്കും നമുക്ക് 2 കോടിയും 3 കോടിയും 5 കോടിയും 10 കോടിയും ഒക്കെ വാങ്ങാൻ പറ്റും. ഇന്ന് ഒരു ആൾട്ടോ കാറിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നാളെ നമ്മുടെ കാറുകളുടെ നിറം മാറ്റാനും അതുപോലെ തന്നെ മോഡൽ മാറ്റാനും അതുപോലെ ഓരോരോ വലിയ രൂപത്തിൽ ജീവിക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചിന് മാറ്റാനും സാധിക്കും. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു വലിയ മുതൽ മുടക്കില്ലെങ്കിലും ബിസിനസ് ആണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരു ബിൽഡിംഗ് എടുത്ത് നോക്കുക. ഏറ്റവും വലിയ ബിൽഡിംഗ് ഇപ്പൊ എന്റെ അരീക്കോടാണെങ്കിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ബിസിനസ്സുകാരൻ്റെതാണ്. അതുപോലെ തന്നെ മുക്കത്താണെങ്കിലും കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഇനി ലക്ഷദ്വീപിലാണെങ്കിലും എവിടെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ ബിൽഡിംഗ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുക, ഇത് ആരുടെ ബിൽഡിംഗ് ആണ്? അതൊരു എംപ്ലോയീസിൻ്റെതല്ല, അതൊരു കൂലിപ്പണിക്കാരൻ്റെതല്ല, എന്നാൽ അതൊരു ബിസിനസ്മാൻ്റെതായിരിക്കും. അതേ ബിസിനസ് ആണ് നമുക്ക് കയ്യിൽ കിട്ടിയത്. എന്നാൽ അവര് ചെയ്യുന്ന ബിസിനസിന്റെ അത്ര റിസ്ക് നമുക്കില്ല. നമുക്ക് വലിയ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനി പല സ്ഥലത്തും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കസ്റ്റമറെ എത്തിച്ചു കൊടുത്താൽ മതി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് ആളുകളെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് ടീമിന്റെ സപ്പോർട്ടും ലീഡേഴ്സിന്റെ സപ്പോർട്ടൊക്കെ നമുക്കുണ്ട്. ഒറ്റക്കല്ല, നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. ഒരു കളി വിജയിക്കുമ്പോൾ ഗോൾ അടിച്ച ആളല്ല വിജയിക്കുന്നത്, ആ ടീമാണ് വിജയിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്സും. നമ്മുടെ വിജയം നമ്മുടെ ടീമിന്റെ വിജയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും
വളരെ ശക്തമായിട്ട് ഫീൽഡിൽ ഇറങ്ങുക. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രോഗ്രാമിനുള്ളത്. ആ പ്രോഗ്രാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ പ്രോഗ്രാമിൽ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരാളാകാതെ എനിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ കൈയടിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറണം. അതിനുവേണ്ടി 24 മണിക്കൂർ ഞാൻ പ്രവർത്തിക്കും എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആരൊക്കെ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നോ അവർക്കൊക്കെ നാളത്തെ ഡയമണ്ടുകളും കോടീശ്വരനും അതുപോലെ ആയി മാറാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മളെ കൈപിടിച്ചിരിക്കുന്നത് മുബീൻ സാറാണെന്ന വിശ്വാസത്തോടുകൂടി, അതുപോലെ തന്നെ ഒരുപാട് ലീഡർമാര് നമ്മളെ മനോജ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ മുബീൻ സാറ് തുടങ്ങി നമ്മുടെ ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദ് ITC, നിശാന്ത് സാറ്, ID ITC, ഈ ID NTC, അതുപോലെ തന്നെ CTC, ID ഡയമണ്ട് ഒക്കെ ആകാൻ പോകുന്ന നമ്മുടെ അൽതാഫ് ജിയെ പോലുള്ള ഒരുപാട് ലീഡേഴ്സ് ആണ് നമ്മളെ കൈപിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും ഇതിൽ വലിയ രീതിയിൽ വിജയം കൊയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ നമ്മൾ എന്താക്കുക, മാറ്റി വെക്കുക. നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒരു 2 to 5 കൊല്ലം ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ പ്രവർത്തനമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മള് വിജയം ഉറപ്പാണ്. നമ്മൾ ഡയമണ്ട് ഷിപ്പിലേക്ക് നമ്മള് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ലീഡേഴ്സ് നമ്മളെ കൂടെയുണ്ട്. ആ ഡയമണ്ടുകൾ പറയുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കും നാളത്തെ ഡയമണ്ടായി തിളങ്ങാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് തന്നെ വളരെ കിട്ടിയ അവസരം വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് നാളെ നമുക്ക് ഈ സമയം ഒരിക്കലും തിരിച്ചു കിട്ടൂല. നമ്മളെ ഡയമണ്ട് ഷിപ്പിലേക്കുള്ള ഓരോരോ മണിക്കൂറുകളാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വിശ്വാസത്തോടുകൂടി അതൊക്കെ നമ്മുടെ ബിസിനസ്സിന് ഉപകാരപ്പെടുത്തുന്ന മണിക്കൂറുകളാക്കിക്കൊണ്ട് തന്നെ ഇന്ന് ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാത്ത ആളുകളെ നമ്മളെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവർക്ക് അതിന്റെ നഷ്ടം ബോധ്യപ്പെടുപ്പിച്ചുകൊണ്ട് നാളെ ഒരുപാട് ഡയമണ്ടുകൾ ഇപ്പോ കടന്നിറങ്ങുകയാണ്. അവരൊക്കെ വിളിച്ചുണർത്തി നാളത്തെ ഹൈഫ്ലേസ് മീറ്റിംഗിൽ ഇൻഷാ അല്ലാഹ് 500 ആളെ നമുക്ക് തയ്ക്കണം. അതിന് ഓരോരോ ഫാസ്റ്റ് ട്രാക്കറും വെരി സ്റ്റാറും വെരി ഡബിൾ സ്റ്റാറും നിങ്ങളെ കയ്യിലാണ് ഇതിന്റെ ഹാജർ പട്ടികയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുണർത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാമിന്റെ ഇപ്പോ 7 മണിക്കാണ് നമ്മളെ ഈ സൂം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. 6:30 തന്നെ വിളി തുടങ്ങണം. നമ്മളെ താഴെയുള്ള ആളുകളൊക്കെ വിളിക്കുക. എന്നിട്ട് നിങ്ങളുടെ ടീമിന്റെ ഹാജര് നിങ്ങളെ ഗ്രൂപ്പിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ ഹാജർ നില കൂട്ടി വന്നാൽ നമുക്ക് ഉറപ്പാണ് നമ്മുടെ വരുമാനം കൂടും. ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ ഹാജർ പട്ടിക ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ തന്നെ എന്റെ ടീമിന്റെ ഹാജർ എഴുതാറുണ്ട്, ടീമിനോട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാജറൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിജയത്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇതിൽ വലിയ ഉയർച്ച ഉണ്ടാകും. നമ്മളെല്ലാവരും പോകുന്നത് ഡയമണ്ട് ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഇത് എന്റെ ഡയമണ്ട് ഷിപ്പിലേക്കുള്ള ഒരു ഉരസലാണ്, അല്ലെങ്കിൽ ഡയമണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ലീഡർ എന്നോട് പറയുന്നത്, അതുകൊണ്ട് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തേ മതിയാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നാളെ ഒരുപാട് ഡയമണ്ടുകൾ നമ്മളെ താഴെ ഓരോ മുബീൻ സാറെ താഴെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊക്കെ ഇതിൽ അച്ചീവറായി ഡയമണ്ട് ആയിട്ട് അവിടെ തിളങ്ങാൻ സാധിക്കും. ഇനി നിങ്ങൾ പറയേണ്ടത് TC ATC ഒന്നല്ല, ഡയമണ്ട് ആണ് പറയേണ്ടത്. നമുക്കൊക്കെ ഡയമണ്ട് ഷിപ്പിലേക്കാണ് ഉയരുന്നത്. അതിനുള്ള ഓരോരോ സ്റ്റെപ്പുകളാണ് നമ്മുടെ വെരി സ്റ്റാറും വെരി ഡബിൾ സ്റ്റാറും ഫാസ്റ്റ് ട്രാക്കറും TC ATC TTC ഒക്കെ ഓരോരോ റാങ്കിലും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഗ്രേറ്റ് ലീഡർ നിശാന്ത് സാറോടും അതുപോലെ തന്നെ അൽതാഫ് സാറോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ റാങ്ക് മാർക്കിനനുസരിച്ച് നമ്മളെ പ്രവർത്തനത്തിന്റെ സ്ട്രാറ്റജി മാറണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മുഴുവൻ ലീഡേഴ്സും ഇന്ന് പങ്കെടുത്ത എല്ലാവരും നമ്മുടെ സൂം മീറ്റിംഗിന്റെ ഹാജർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ടുകൊണ്ട് നമ്മൾ നിസ്സാരമാക്കി കാണുന്നതൊക്കെ ഈ ബിസിനസ്സിൽ വളരെ സാരമായതാണ്, വളരെ പോസിറ്റീവായതാണ്, വളരെ വിലപ്പെട്ടതാണ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും എല്ലാ പ്രോഗ്രാമിലും എണ്ണം കൂട്ടുക. ഓർഗ് 1-ൽ നിന്നും ഓർഗ് 2-ൽ നിന്നും പ്രോഗ്രാമിൽ സ്ഥിരമായി ഈ നിർബന്ധിക്കാതെ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്, അതാണ് നമ്മുടെ പാസീവ് ഇൻകം.
അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ വിളിച്ചുണർത്താതെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ടീമിൽ പങ്കെടുക്കുന്ന ഒരു ശീലമുള്ള ഒരു ലീഡേഴ്സ് ആക്കി നമുക്ക് മാറ്റണമെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ അവരെ വിളിച്ചുണർത്തിക്കൊണ്ട് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക, അതുപോലെ തന്നെ GTS പങ്കെടുപ്പിക്കുക. അപ്പോഴേ നമുക്ക് ഇതിൽ വിജയം ഉണ്ടാകുള്ളൂ. പ്രോഗ്രാമിനെ ഒഴിവാക്കിക്കൊണ്ട് ഡാൻസ് സെല്ലിങ്ങിൽ ഒരു വിജയം ഉണ്ടാവില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഹോം മീറ്റിങ്ങുകൾ ഈ ഡാൻസ് സെല്ലിങ് തുടങ്ങിയ അതേ ദിവസം തന്നെ ഹോം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോം മീറ്റിംഗിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു ലീഡർ കയറി വരുന്നത്, ഒരു MC കയറി വരുന്നത്, ഒരു പ്ലാൻ പ്രസന്റർ കയറി വരുന്നത് ആദ്യം ഹോം മീറ്റിംഗിൽ വെച്ചാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഹോം മീറ്റിംഗ് ഒന്നും നിസ്സാരമായി കാണരുത്. നമ്മളെ ടീമിൽ എത്ര ഹോം മീറ്റിംഗ് ഒരാഴ്ചയിൽ നടക്കുന്നുണ്ട്, അതാണ് നമ്മുടെ ആഴ്ച വരുമാനം. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടി ഹോം മീറ്റിംഗിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട്, ലീഡേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഡയമണ്ട് ആകാൻ സാധിക്കും. അതിനുള്ള കഴിവും പിന്നെ അറിവും ആരോഗ്യവും ശക്തിയും ഒക്കെ സർവശക്തൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും നാളത്തെ ഡയമണ്ടുകളാണ്. നമ്മൾ ഡയമണ്ടിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതിന്റെ ഫാക്ടറി ആയിട്ട് ഓരോരോ വ്യക്തികളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ അപ്ലൈൻ മെന്ററായ നിശാന്ത് സാറിനെ വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. നമ്മുടെ ഓരോരോ ഡയമണ്ടുകളും ഫീൽഡിലാണ്. ഇപ്പൊ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഓവാൽത്തുമ്മലോ അല്ലെങ്കിൽ പിന്നെ പോസ്റ്റ് ഇറങ്ങിയിട്ട് ടൈമിലൊക്കെ ഇരിക്കുന്നുണ്ടാകും. അവരൊക്കെ നേരിട്ട് കണ്ട് നമ്മളെ ഈ ഡയമണ്ട്ഷിപ്പിന്റെ ഈ കുതിപ്പിലേക്ക് അവരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഡിസ്ട്രിബ്യൂട്ടറെ ജനുവരി 13 നടക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ലീഡേഴ്സ് പ്ലാൻ ചെയ്ത പ്രോഗ്രാമിൽ ATC DTC ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. അതിനുള്ള എല്ലാവരും അരയും തലയും മുറുക്കി ഫീൽഡിൽ ഇറങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സൂമിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ സതീഷ് സാറിന് ഒരുപാട് നന്ദി പറയുന്നു.